ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഞാൻ ഇന്ന് ആദ്യമായിട്ടൊരു വീഡിയോ ഇടാൻ പോവാണ് ഗായ്സ്. ഗെയിമിംഗ് ചാനലിൻ്റെ പേര് GTR ഗെയിമിംഗ് എന്നാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഷോർട്ട് ഫിലിമൊക്കെ ഇടും. പിന്നെ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അങ്ങനെ കുറേ കണ്ടൻറ്റൊക്കെ വെച്ചിട്ട് കുറേ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ മൈൻക്രാഫ്റ്റ് ഒരു വെള്ളം കൊണ്ട് ചാടിക്കോ. ഇവിടെ ഒരു വലിയൊരു കേവ് ഉണ്ട്. ഇവിടെ കുറച്ച് അയണൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഈ വെള്ളത്തിൽ കൂടി നമുക്ക് ഇറങ്ങണോ? അല്ലേ വേണ്ട, കുറച്ച് നേരം കഴിയട്ടെ. എന്തായാലും ഇന്ന് ആ കേവിൽ ഇറങ്ങിയിട്ടേ ഉള്ളു കാര്യം. ഇപ്പോൾ മുങ്ങിപ്പോയന്. നമുക്കെന്തായാലും അപ്പുറത്തെ കഴിയിലോട്ട് പോകണം. വേണ്ട, അല്ലേ പോയേക്കാം. ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കട്ടെ. ഇവിടെ ഒരു ആടൊക്കെ ഉണ്ട്. പിന്നെ 5-6 മരങ്ങളുണ്ട്. നമുക്ക് ഈ മരങ്ങളെല്ലാം വെട്ടണം. വെട്ടി ഫുൾ മരവും ഞാൻ വെട്ടാൻ പോണ് ഗായ്സ്. നമ്മൾ ഫുൾ മരവും വെട്ടി. യെസ്, ഓ മൈ ഗോഡ് ഗായ്സ്. പിന്നെ നമുക്ക് ഇവിടുത്തെ മരം ഒന്നുപോലും വെറുതെ വിടരുത് ഗായ്സ്. അങ്ങനെ വേണം നമ്മുടെ അടുത്തല്ലേ കളി. ഫുൾ മരവും നമ്മൾ വെട്ടി. പിന്നെ നമുക്ക് ഇന്നൊരു ബെഡ് ഉണ്ടാക്കാൻ നോക്കാം. മാക്സിമം ഒരയണെങ്കിലും നമുക്ക് ഇന്ന് അതിനകത്ത് ഒപ്പിക്കാൻ നോക്കാം. അയണല്ല സാധാരണ പറയാറുള്ളത്, ഡയമണ്ട് ഒപ്പിക്കാൻ നോക്കാമെന്നാണ് പറയാറുള്ളത്. പക്ഷെ ഡയമണ്ട് നോക്കാൻ വേണ്ടി അയൺ ഇവിടെ അധികം കിട്ടാറില്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ വുഡ് കൊണ്ടുവന്നിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. എവിടെ വെക്കും ഞാൻ പറയാം. ഇവിടെ വെക്കാം. ഒരെണ്ണം ഉണ്ടാക്കട്ടെ. 32 പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റിക്ക്. ക്രാഫ്റ്റിംഗ് ടേബിൾ അതിൻ്റെ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ആദ്യം ആക്സ് വേണ്ട, അറിയാതെ ആക്സ് ഉണ്ടാക്കുന്ന പണി കിട്ടിയാണ്. നമുക്ക് കുറച്ച് സ്റ്റോൺ മൈനിങ്ങിന് പോകാം. ഇവിടെ തന്നെ കുറച്ച് ഒരു 8 സ്റ്റോൺ എടുക്കാം. ഇപ്പോൾ എത്ര എണ്ണമായി നോക്കട്ടെ. അടുത്ത സ്റ്റോണെല്ലാം വെട്ടുമ്പോഴത്തേക്കും 4 എണ്ണം കിട്ടി. ഇപ്പം 5, 6, 7, 8 എണ്ണം കിട്ടി ഗായ്സ്. ഫൈനലി നമുക്ക് 8 സ്റ്റോൺ കിട്ടിയിരിക്കുന്നു. കൊബിൾ സ്റ്റോൺ 8 എണ്ണം. നമുക്ക് വെള്ളത്തിൻ്റെ അടി വല്ലതും ഉണ്ടോ? അയണം കാണാം. ഒന്നുമില്ല, വെള്ളത്തിൻ്റെ അടിയിൽ ഒന്നുമില്ല. പിന്നെ ഇവിടെ കുറച്ച് നെറ്റ് ഇഷ്യൂസിൻ്റെ പ്രശ്നങ്ങൾ കാരണം ചിലപ്പം ക്ലിയറും ഒന്നുമില്ലെങ്കിൽ ക്ഷമിക്കണം. അയ്യോ, ഇപ്പം ചാടണ്ടായിരുന്നു. അല്ലേ ചാടിയേക്കാം. വെറുതെ എടുത്ത് ഇപ്പോൾ ഒറ്റ ചാട്ടം അറിയാതെ. ഭഗവാനെ, ആരും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. അത് ടെററായിരുന്നു. അയ്യോ, സോംബി. കയറാനും പറ്റുന്നില്ല. ഇതെന്തൊരു കഷ്ടം. കയറ്. വെട്ട് പണിവാളി. അയ്യോ ഗായ്സ്, സോംബി വില്ലേജർ. സോംബി എല്ലാ എണ്ണം വരുന്നുണ്ട്. ഇപ്പം ഇവിടെ സ്റ്റെപ്പ് കണക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു കൂടി കയറാൻ ഗായ്സ്. ജസ്റ്റ് അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു. എത്തി ഗായ്സ്, എത്തി. എൻ്റെ ഹെൽത്ത് പോയടേ. 4 കട്ട ഹെൽത്ത് പോയി ഗായ്സ്. അവിടെ ഒരു ഹെൽമെറ്റൊക്കെ വെച്ച സോംബിയൊക്കെ ഉണ്ട്, ഗോൾഡിൻ്റെ ഹെൽമെറ്റ്. ഇവന്മാരെന്തോ എങ്ങനെ ഹെൽമെറ്റ് ഉണ്ടാക്കുന്നതെന്നാണ്. ഇവിടെ നിന്ന് ഒരു കോൾ എടുത്തേക്കാം. ബാക്കി കോൾ മൈൻഡ് ചെയ്യാൻ മതി. ഒരു അയണൊക്കെ ആകുമ്പോൾ നമുക്ക് കോളെല്ലാം എടുക്കണം. എന്നിട്ട് ഇവിടെ മൊത്തം ടോർച്ച് കുത്തി വെക്കണം. അല്ലാതെ തന്നെ ഈ പശുമാമയുണ്ടല്ലോ ഇവിടെ. ഒരടി അടുത്ത രണ്ടാമത്തെ അടി കൊടുക്കാൻ പോണ്. 2, 3, 4 അടിക്ക് ചത്തേ പശുമാമ. നമുക്കിനി ഒരു ഫർണസൊക്കെ ഉണ്ടാക്കണം. ഫർണസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അത് വേണം. എന്തുവാ സാധനത്തിൻ്റെ പേര്? സ്റ്റോൺ വേണം. വേറെ സ്റ്റോണില്ല, കൊബിൾ സ്റ്റോൺ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് എന്തോ ഉണ്ടാക്കാനായിരുന്നു. ഇപ്പം നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം, പിക്കാക്സ് ഉണ്ടാക്കാം. ആക്സ് ഇല്ലാണ്ട് പിക്കാക്സ്. പിന്നെ ആക്സ് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടി ആക്സ് ഉണ്ടാക്കാം. നമ്മൾ ആക്സ് ഉണ്ടാക്കി ഗായ്സ്. ഇനി നമുക്ക് എളുപ്പമാണ് മൈനിങ്. എല്ലാം എളുപ്പം. മൈനിങ് അല്ല, തടി വെട്ടാനല്ല എളുപ്പം. ഇപ്പം ഒരു ഡയമണ്ടൊക്കെ അൺലോക്ക് ആയി കേട്ടോ. ഈ റെയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിന് എത്ര അയണാടേ വേണ്ടത്? എൻ്റെ പൊന്നെ. അയ്യോ, കണ്ടോ, ഇപ്പം ഒരു ഡയമണ്ടൊക്കെ വന്നു. കണ്ടോ, ഡയമണ്ട് ടൂൾസ്.
ഡയമണ്ട് ഇല്ലാതെ ഇങ്ങനെ ഡയമണ്ട് ടൂൾസ് ഉണ്ടാക്കാനാ? അയ്യോ, നമുക്ക് അപ്പുറത്തെ ഐലൻഡിലോട്ട് പോകണോ ഇപ്പം? ഓ, ഇതിൻ്റെ അടിയിൽ നമുക്ക് അപ്പുറത്തോട്ടൊന്ന് പോയി കുറച്ച് എന്തുവാ ഒരു കോഴിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. ആ കോഴീനെ അങ്ങ് തല്ലിക്കൊല്ലാം ആദ്യം ചെന്ന്. ഹേ കോഴി, ഐശ്വര്യമായിട്ട് നിൻ്റെ തലമുടി ഞാൻ തല്ലിപ്പൊട്ടിക്കാൻ പോവാണ്. എന്തിയ കോഴി? അയ്യോ, കോഴിയെ കാണുന്നില്ല. കോഴിയെ കണ്ടേ, അവിടെ പോന്ന്. എന്നാ പിടിച്ചോ, തടി കമ്പ് കൊണ്ട് നിന്നെ അടിക്കും. ഫ്രണ്ട് അടിക്കാൻ ഞാൻ കമ്പ് കൊണ്ട് അടിക്കുന്നു കോഴീനെ. ഇവിടുത്തെ തടി മൊത്തം വെട്ടണം ഗായ്സ്. ഒരെണ്ണം പോലും വെച്ചേക്കരുത്. നമ്മൾ പണ്ട സീനല്ലേ. ഓ, വെട്ട് 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 മൊത്തം വെട്ടിക്കോ. ഒന്നും പോലും വെറുതെ വിടണ്ട. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ അടുത്തല്ലേ കളി. ഓ ഗായ്സ്, നമ്മളിത് ആദ്യത്തെ വീഡിയോ അതിൻ്റെ കുറച്ച് ലോങ് ആയിരിക്കും. പിന്നെ നമുക്ക് എന്താ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ ഇടത്തുള്ളൂ. പിന്നെ പിന്നെ നിങ്ങൾക്ക് എന്തോ ഇവിടെ കുറച്ച് നിങ്ങൾക്കിന്ന് പിന്നെ നമുക്ക് കുറച്ച് മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മരങ്ങളൊക്കെ വെട്ടി നമുക്ക് സെറ്റാവാം. ഇടയ്ക്ക് വെച്ച് നെറ്റൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അപ്പം നെറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നത്. വെള്ളത്തിൽ കുളിച്ചു ഗൈസ്. അടിയിൽ മറ്റേ ഒക്ടോബസ് ആണെന്ന് തോന്നുന്നു, ശ്രദ്ധിച്ചില്ല പെട്ടെന്ന്. നമ്മൾ ഓടുകയാണ്. ഗായ്സ് പിന്നെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം ഗായ്സ്. GTR ഗെയിമിംഗ് എന്ന് പറയുന്ന അക്കൗണ്ടാണ്, എല്ലാവരും ഫോളോ ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ഇടയ്ക്ക് വെച്ച് നെറ്റ് പോയി ഗായ്സ്. അങ്ങനെ ഞാൻ എന്തോ കുറേ പ്ലാങ്കൊക്കെ വെട്ടിയതായിരുന്നു ഗായ്സ്, പറയാൻ പറഞ്ഞു ഗായ്സ്. ഇടയ്ക്ക് വെച്ച് നെറ്റ് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. നമുക്കതൊക്കെ പതിയെ നമുക്ക് റെഡിയാക്കാം. ഇടയ്ക്ക് വെച്ചേ ഉള്ളു, അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കണം. അടുത്ത വീഡിയോക്ക് നമുക്ക് സെറ്റാക്കാടെ. ഇടയ്ക്ക് വെച്ചൊക്കെ ഉള്ളു, അതുകൊണ്ടാണ് ഒത്തിരി ഞാൻ പ്ലാങ്കൊക്കെ ഇവിടെ നിന്ന് മരങ്ങളൊക്കെ വെട്ടി സെറ്റായത്. ഓക്കെ, എവിടെയെങ്കിലും ഇത് സ്റ്റോണേജിൻ്റെ ഇതല്ലേ? അപ്പോൾ ഇവിടെ പൊങ്ങി കിടക്കത്തില്ലേ അയണും ഇതൊക്കെ, അയണും ഗോൾഡും എമറാൾഡും ഒക്കെ. നോക്കട്ടെ ഗായ്സ്. അയ്യോ ഗായ്സ്, ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗായ്സ്. പണി പാളി ഗായ്സ്, ഇവിടെ ഒന്നുമില്ല. ചമ്മി. എന്നാലും നോക്കട്ടെ ഗായ്സ്. കിട്ടി അല്ലേ? വെറുതെ ചമ്മി. ഞാൻ വിചാരിച്ച് അയണാന്ന് അവിടെ നോക്കുന്നത്. ഇത് ഇവിടെ ഉണ്ടായിരുന്നു ഗായ്സ്. കിട്ടി ഗായ്സ്, ഫൈനലി നമുക്ക് ഫസ്റ്റ് അയൺ. അതിൻ്റെ അടിയിലൊരു അയണുണ്ട്, അത് നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ 6 ഉണ്ടാക്കിയാൽ ചിലവാക്കും. ചടിയാലോ? വേണ്ട. അവിടെ ഒന്ന് പച്ചക്കണ്ണനോ? പച്ച കളർ കണ്ടല്ലോ, ആർക്കറിയാം. ചാടാം. ഷൂ ഒത്തിരി നാളുകൾക്ക് ശേഷം കുടിച്ചു ഗായ്സ് നമ്മൾ മൈൻക്രാഫ്റ്റിനകത്ത്. പിന്നെ ഈ രാത്രിയാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. എപ്പോൾ വേണമെങ്കിൽ ആ ക്രീപ്പർ സ്കെൽട്ടനൊക്കെ ഒന്ന് കൊല്ലാം ഗായ്സ്. നമ്മൾ ഇവിടുത്തെ സ്റ്റോണൊക്കെ വെട്ടി നമ്മൾ ഇവിടെ ഒരു സ്റ്റോൺ പോലും ആക്കാതാക്കും ഗായ്സ് ഫ്യൂച്ചറിൽ. ഇപ്പോഴല്ല, ഫ്യൂച്ചർ പ്ലാൻസ്. പിന്നെ നമുക്ക് ഗായ്സ് ഇവിടെ കുറച്ച് ബീഫൊക്കെ നമ്മുടെ ഇരിപ്പുണ്ട്. ഞാൻ ബീഫ് എടുത്ത് ടോർച്ചിന് വരെ കുത്തി ഇവിടെ കയറിയിരിക്കാം കുറച്ച് നേരം. അല്ലേ വേണ്ട, നമുക്ക് പോകുമ്പോൾ അവിടെ ഒരു വെട്ടം ഇരുന്നോട്ടെ. എൻ്റെ ചെക്ക് പോയിൻ്റ് ആയിട്ട് ഞാൻ കൂട്ടി. അല്ലാതെ തന്നെ നമുക്ക് കോളിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മുടെ ആവശ്യത്തിനധികം കോളിരിപ്പുണ്ട്. നമുക്ക് ഹൊറർ മോഡ്സൊക്കെ കളിക്കാം കേട്ടോ ഇതിനകത്ത് കേട്ടോ. ഇന്ന് നമുക്ക് ഇടാൻ നോക്കാം കേട്ടോ ഷോർട്ട് ഫിലിം. ചിലപ്പോൾ ഇടുമെന്ന്. ഓക്കെ, ഒരു വൈകിട്ട് രാത്രി ആ സമയമൊക്കെ ആകുമ്പോൾ ഇടാം. എൻ്റെ പൊന്നെ ഒന്ന് കയറി. ഇതെന്തൊരു കഷ്ടമാണ്, മലയും കയറാൻ പറ്റുന്നില്ല. അവിടുത്തെ കേവിനകത്ത് എങ്ങനെയാണ് ടോർച്ച് കുത്തി വെച്ചിരിക്കുന്ന? ഇതെന്തുമായിരിക്കും? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആ കേവിനകത്ത് എങ്ങനെ വെളിച്ചം വരുന്നതെന്ന് എനിക്കിതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അത്. ഓ മൈ ഗോഡ്.
നൈറ്റാണല്ലോ, ഒന്ന് ക്ലിയർ ആയിട്ട് കാണാനും വയ്യ. എന്തൊരു കഷ്ടം ഇത്. എൻ്റെ പൊന്നെ, നമ്മളെന്തിനാ അവിടെ ടോർച്ച് കുത്തിച്ച്? അല്ലാതെ അയ്യോ, ഇവിടുത്തെ തടികളൊക്കെ ആവശ്യത്തിന് അധികം കൂടുതലുണ്ട് ഗായ്സ്. ഓക്കെ, നമുക്കൊന്നുമില്ല ഗായ്സ്. ഓ, നമുക്ക് ഇവിടങ്ങളിലുള്ള എല്ലാ സാധനങ്ങളും വെട്ടി എടുക്കാം. ഇവിടങ്ങളിലുള്ള എല്ലാ സ്റ്റോണുകളും ഒക്കെ എടുത്ത് നമുക്കൊരു വീട് പണി നമ്മുടെ സ്റ്റാർട്ട് ചെയ്യണം. വീട് പണി എളുപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഗായ്സ്. അതുകൊണ്ടാണ് ഗായ്സ് ഞാൻ അത്രയും പ്ലാങ്ക് ഒക്കെ എടുത്തത്. പക്ഷെ അത് വീഡിയോയ്ക്കകത്ത് ഇടാൻ പറ്റിയില്ല. അപ്പോഴത്തെ നെറ്റ് പോയി. ഞാൻ അറിഞ്ഞില്ല, ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം പിന്നെ നോക്കിയപ്പോഴത്തേക്കും വീഡിയോ ഓഫായി കിടക്കുന്നു. പിന്നെ അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് നേരം നമുക്കിവിടെ ഒന്ന് വെള്ളത്തിൽ തന്നെ കിടക്കാം. കരയിൽ കയറിയാൽ മണ്ടയ്ക്ക് സ്കെൽട്ടനൊക്കെ ഉണ്ട്, അടിച്ചിട്ട് കളയും. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ക്രീപ്പറൊക്കെ പൊട്ടിത്തെറിച്ചായിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ 4 HP ഉള്ളൂ. നേരത്തെ 4 HP കുറഞ്ഞ് ഇപ്പം 4 HP മാത്രമേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല ചമ്മി. അതിനൊക്കെ അയണൊക്കെ വേണം, അയൺ ടൂൾസ്. അയ്യോ, അടുത്ത വട്ടവും ഗെയിം പ്ലേ കളിക്കുമ്പോൾ ഇതാണൊക്കെ ഒരു സ്ഥലമൊക്കെ കിട്ടുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വീട് പണിയായിരുന്നു. പക്ഷേ നമുക്ക് രാവിലെ ആയിട്ട് വീഡിയോ ഇടാം. ഓക്കെ, രാവിലെ ആയിട്ട് ഇട്ടും. രാവിലെ ആയി. ഇവിടെ ഒരു ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ച് എനിക്കിപ്പോൾ 1 HP. അടുത്തവൻ കണ്ട് വെട്ട് ഓടിക്കോ. കുറച്ച് സാൻഡ് എടുക്കാമെന്ന് പറഞ്ഞ് വന്നിരുന്നു. ഓസിന് സാൻഡ് എടുത്തോണ്ട് പോകായിരുന്നു. എൻ്റെ പൊന്നെ, അയ്യോ അയ്യോ. അടിപൊളി. അടുത്ത ദോ നിൽക്കുന്നു, അമ്പും കൊണ്ട്, അമ്പുവില്ലും കൊണ്ട് ബാഹുബലി നിൽക്കുന്നു. എൻ്റെ പൊന്നെ, അടിയിൽ ബാഹുബലിയോ, വെള്ളത്തിൻ്റെ അടിയിലും ബാഹുബലി, മണ്ടയ്ക്കും ബാഹുബലി. ഒന്ന് മഹേന്ദ്ര ബാഹുബലിയും ഒന്ന് അമരേന്ദ്ര ബാഹുബലിയും. പിന്നെ അല്ലാതെ തന്നെ 2 എണ്ണം കൂടി അറിഞ്ഞിട്ടടിക്കുക. 2 എണ്ണത്തിൻ്റെ പവർ അത്രയുണ്ട്. നമുക്കിവിടെ ആരെയാണേലും സഹിക്കാൻ പറ്റാത്ത ഈ ക്രീപ്പർ എണ്ണനെയും നമ്മുടെ സ്കെൽട്ടൻ എണ്ണനെയോ. സോംബീനെയൊക്കെ നമുക്ക് ഓടി എങ്ങനെ രക്ഷപ്പെടും സോംബിയുടെ കയ്യിൽ നിന്ന്. ഈ ക്രീപ്പർ എണ്ണം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരണം ഉറപ്പ്. സ്കെൽട്ടൻ എണ്ണൻ്റെ അമ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ മരണം ഉറപ്പ്. 2 അവന്മാരെ എങ്ങനെ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ കുറവ് കാണും ഗൈസ്. നിങ്ങളെല്ലാവരും ക്ഷമിക്കുക, അടുത്ത വീഡിയോ ആവട്ടെ. ഓ മൈ ഗോഡ്, ഇവിടെ ഒരു കോപ്പർ, 3 കോപ്പർ. ഇതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയ ഇതൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഇതൊക്കെ വെട്ടാൻ നിന്ന് കഴിഞ്ഞ് 2 ആഴ്ച എടുക്കും എനിക്കിതൊക്കെ വെട്ടണമെന്നുണ്ടെങ്കിൽ. നമ്മളിങ്ങനെ മണ്ടയ്ക്കെത്തി. ഇതെന്തോന്ന്? ഇവിടെ ഇത് വെട്ടിക്കളയണോ? വെട്ടിക്കളഞ്ഞ് കയറി. അടുത്തത് വെട്ട്. നമുക്ക് മറ്റേ ലയൺ അവിടെ നിന്ന് അങ്ങ് എടുത്താൽ മതിയായിരുന്നു. വെറുതെ ചുമ്മാ അവിടെ ഇട്ടിട്ട് വന്നു. ഞാൻ എന്തിനും മണ്ടനല്ലേ? ഫസ്റ്റ് വീഡിയോനെ ഞാൻ മണ്ടനാണല്ലോ. ഓക്കെ, നമുക്ക് കുറച്ച് സ്കില്ലെടുക്കാം ഇവിടെ നിന്ന്. ഇപ്പം എൻ്റെ സ്കില്ല് കണ്ടോണോ? സ്റ്റോൺ വെച്ചിട്ടുള്ള സ്കില്ല്. ഇങ്ങോട്ടടുത്തങ്ങോട്ട് വെച്ചിട്ട് ഒരൊറ്റ ചാട്ടം ചാടും. നോക്കോ, ചാടി മതിയായിരുന്നു. എടാ ആടെ നിൻ്റെ മരണം ഉറപ്പ്. ഞാനിന്ന് നിന്നെ കൊല്ലുന്നിട്ടേ പോത്തോളൂ. അയ്യോ, അടുത്തവൻ എന്തിയേ? എന്തിയുടെ അടുത്തവൻ? നിന്നെ ഞാൻ കൊല്ലും. ചാവ് കൊന്നേ. ഇന്ന് നമുക്ക് വീട് പണിയാന്നും പറഞ്ഞുകൊണ്ടിരുന്നില്ലായിരുന്നു. പക്ഷേ പ്ലാൻ ഫ്ലോപ്പായി. നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോകാമായിരുന്നു. ഏലടം ഉണ്ടാക്കുന്നത് ചടിച്ചത്ത് പോയി, എല്ലാം പോയി. നിങ്ങൾക്ക് അടുത്ത ഗെയിം ഏതാ കളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ.